വൈകിട്ടാ പരിപാടി? സിനിമയ്ക്ക് പോരാ. ഒന്ന് പോയാലോ? ഡ്യൂട്ടി നമുക്ക് ഇറങ്ങിയാലോ? ഇന്നലെ ആണെങ്കിൽ ആ പാട്ട് ഇതായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു. നമുക്ക് ഇന്നലെ വൈകിട്ട് സിനിമയ്ക്ക് പോയേക്കാം. അതെ, ഓക്കെ. ജോലേ, ആ സൂരജില്ല CDP, അവന്റെ ആറ്റിറ്റ്യൂഡ് കിച്ചണിൽ അവന്റെ പവർ കണ്ടു കഴിഞ്ഞാൽ അവന്റെ വിചാരം എന്ന് വെച്ചാൽ അവൻ സൂക്ഷപ്പാന്ന് അവന്റെ വിചാരം. നിനക്ക് എന്നാ തോന്നുന്നു? അങ്ങനെയാണോടാ? ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കുതികാൽ വെപ്പ് അല്ലെങ്കിൽ കുതികാൽ വെട്ടെന്നൊക്കെ ഹോട്ടൽ ഇൻഡസ്ട്രി പറയും. വേറെ ഒരു പേരും കൂടി പറയും, പക്ഷെ അത് ഞാൻ പറയുന്നില്ല കേട്ടോ. ഹോട്ടൽ ഇൻഡസ്ട്രി എന്നല്ല, മിക്ക ഇൻഡസ്ട്രി ആയാലും ഒരു പുതിയൊരു സ്റ്റാഫ് വരുമ്പോഴത്തേക്ക് ഇതാ ഇങ്ങനെ കുറച്ച് ടീമുകളുണ്ട്. അവരെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ കുറ്റം പറഞ്ഞ് അവരെ അവിടെ നിന്ന് തുരത്താം എന്ന് വിചാരിക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്? എല്ലാവരും ജീവിക്കാൻ വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരവരുടെ രീതിയിൽ പോട്ടെ. നിങ്ങൾക്ക് അവരെ പറ്റി എന്തെങ്കിലും പറയണമല്ലോ, അവരുടെ മുഖത്ത് നോക്കി പറയണം. അതായത് അവിടെ ഇവിടെ നിന്നിട്ട് പരദൂഷണം പറയുക രീതി, അത് ഒരിക്കലും ചേർന്ന ഒരു പണിയല്ല. ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആണോ നോക്കണം. നമ്മുടെ പോരായ്മ എന്താണ് ആദ്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം വേറെ ആളുടെ പോരായ്മയെ പോയി വേറെ ആൾക്കടുത്ത് സംസാരിക്കാനായിട്ട്. മറ്റേ നമ്മളൊന്ന് തുമ്മിയാലോ നമ്മൾ തിരിഞ്ഞാലോ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേ ആൾക്കാരെ നടക്കും. വേറൊരു വിഭാഗം ടീമുകളുണ്ട്, ബട്ടർ അടിക്കാന്ന് പറയും. അവനൊരു സ്വന്തം ഒരു സീനിയർ ഉണ്ടെങ്കിൽ ആ സീനിയറിന് പോയി അവനെ കൂടെ നിൽക്കുന്നവനെ പറ്റി കുറ്റങ്ങൾ പറഞ്ഞ് അവനൊരു പൊസിഷനിലേക്ക് എത്തും. അങ്ങനെയും വേറെ കുറച്ച് ടീമുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എന്താണ് നേടുന്നത്? നിനക്ക് കഴിവുണ്ടോ, നീ നാളെ ഒരു പൊസിഷനിൽ എത്തും. അല്ലാതെ അവിടെ ഇവിടെ നടന്ന് അവരെ പറ്റി കുറ്റം പറയും, ഇവരെ പറ്റി കുറ്റം പറയും, എങ്ങനെയൊക്കെ ആൾക്കാരെ തകർക്കാമോ അങ്ങനെയൊക്കെ തകർക്കുന്ന ആ പരിപാടി പ്ലീസ് അത് ഒഴിവാക്കുക. ഞാൻ എത്ര പറഞ്ഞാലും ഇങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഒഴിവാവില്ലെന്ന് അറിയാം. അതിങ്ങനെ കണ്ടിന്യൂറ്റി വന്നുകൊണ്ടേയിരിക്കും. സ്ഥലത്ത് ജോയിൻ ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിങ്ങളുടെ പുറകെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കാണും. നിങ്ങൾ അതൊന്നും പറയാൻ വെക്കേണ്ട. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക.